എടപ്പാളിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടി ജ്വല്ലറി ഉടമകൾ. 30 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി പോലീസ് നിഗമനം. 2 ജ്വല്ലറി ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എടപ്പാളിൽ പ്രവർത്തിച്ചിരുന്ന ദീമ ഗോൾഡ് കേന്ദ്രീകരിച്ചാണ് കോടികളുടെ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നത്. ജ്വല്ലറി ഉടമകളായ ഐലക്കാട് സ്വദേശി 52 വയസ്സുള്ള പെരിഞ്ചേരി അബ്ദുറഹ്മാൻ, വെങ്ങിനിക്കര സ്വദേശി 52 വയസ്സുള്ള പെരിയങ്കാട്ട് അബ്ദുൽ ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരംകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കേസിലെ മറ്റൊരു പ്രതി കാലടി സ്വദേശി പൂക്കത്ത് വീട്ടിൽ കുഞ്ഞുമുഹമ്മദ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ പ്രതികളായ അബ്ദുള്ള, സാനിഫ്, മൊയ്തീൻകുട്ടി എന്നിവരെ കൂടി പിടികൂടാനുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതികൾ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി സിഐ അറിയിച്ചു. മലപ്പുറം എടപ്പാളിലുള്ള ദീമ ജുവലേഴ്സ് നടന്ന സാമ്പത്തിക തട്ടിപ്പില് ചങ്ങരംകുളം സ്റ്റേഷനിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 കോടി രൂപയാണ് 1 കോടി രൂപയുടെ മുതൽ നഷ്ടപ്പെട്ടതിനാണ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 30 കോടിയിലധികമുള്ള തട്ടിപ്പ് ആണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ആ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാള് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മാനസിക ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അയാളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. എങ്കിൽ മാത്രമേ ഈ തട്ടിപ്പിന് കൂടുതൽ വ്യാപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 35 കോടിയോളം ആണ് ഈ തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പ്രതികളുണ്ട്. 2 പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിച്ചിരുന്ന ദീമ മംഗലം PPL ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത്. ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത്. ജ്വല്ലറി പൂട്ടിയതോടെ 12 പേരോളം ചങ്ങരംകുളം പോലീസിൽ പരാതിയുമായി എത്തിയിരുന്നു. എടപ്പാൾ സ്വദേശികളായ 2 പേരിൽ നിന്നായി 1 കോടി 3 ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് നിലവിൽ പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 30 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഉടമകൾ ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിച്ചതായും പരാതി ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എഡിറ്റർ ലൈവ്, ചങ്ങരംകുളം. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.